കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ചോർച്ച. നിശ്ചയിച്ച ഓപ്പറേഷൻ മാറ്റിവെച്ചു. രോഗികളെ ഡിസ്ചാർജ് ചെയ്തു. 8 രോഗികൾക്ക് ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരുന്നതാണ്. രോഗികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഓപ്പറേഷൻ മാറ്റിയതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാൺ, ഓപ്പറേഷൻ തിയേറ്റർ ചോർന്നതുകൊണ്ട് ഓപ്പറേഷൻ മാറ്റിവെക്കുകയും രോഗികളെ ഡിസ്ചാർജ് ചെയ്യുകയുമാണ് ചെയ്തിരുന്നത്. ഇവർക്ക് ഇന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്നല്ലോ. അപ്പോൾ അത് എപ്പോഴത്തേക്കാണ് മാറ്റിയത്? ഈ ചോർച്ചയൊക്കെ അടച്ചതിന് ശേഷമായിരിക്കുമോ അപ്പോൾ ഇനി ഓപ്പറേഷൻ? സുജിയ, തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ചോർച്ച അടച്ചതിന് ശേഷമായിരിക്കും ഓപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 8 രോഗികൾക്കാണ് ഇന്ന് കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പറേഷൻ നിശ്ചയിച്ചിരുന്നത്. ഇവരോട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ചോർച്ച ശ്രദ്ധയിൽപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് രോഗികളോട് ഇന്ന് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തത്. ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ കണ്ണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കണ്ണിൻ്റെയൊക്കെ ഓപ്പറേഷൻ നടത്തുമ്പോൾ വളരെയധികം ഹൈജീനായി തന്നെ ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ട് കൂടിയാണ് കൃത്യമായ രീതിയിൽ സുരക്ഷ അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഓപ്പറേഷൻ നടത്തിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തിയത്. ഏതെങ്കിലും തരത്തിൽ പിന്നീട് അതൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ആശുപത്രി അധികൃതർ കടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. 8 രോഗികൾക്കാണ് ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരുന്നത്. രാവിലെ തന്നെ അവരോട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഡ്രസ്സ് ഉൾപ്പെടെ മാറി അതിനുവേണ്ടി തയ്യാറാകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഡോക്ടർമാരും അവിടെയുള്ള ഉദ്യോഗസ്ഥരും നൽകുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇങ്ങനൊരു ചോർച്ച ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും മറ്റ് അണുബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഓപ്പറേഷൻ മാറ്റിവെക്കുകയും ചെയ്തത്. എന്തായാലും ഈ ചോർച്ച അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ എന്തായാലും ആശുപത്രി അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും 8 പേരുടെ ഓപ്പറേഷൻ മാറ്റിവെക്കുകയും അവരെ ആശുപത്രിയിൽ നിന്ന് താൽക്കാലികമായി ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരോട് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അറിയിക്കാം, അല്ലെങ്കിൽ എപ്പോഴാണ് ഓപ്പറേഷന് എത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാം എന്നുള്ളത് അവരോട് പറഞ്ഞാണ് ഈ പറയുന്ന രോഗികളെ അവിടെ നിന്ന് മടക്കിയിട്ടുള്ളത്. വളരെ അടിയന്തരമായി ചെയ്യേണ്ട ഓപ്പറേഷനല്ല, കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു 1-2 ദിവസം വൈകിയാൽ പോലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് ശേഷം ഓപ്പറേഷൻ ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തിയത് എന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള വിശദീകരണം. എന്തായാലും ഇന്ന് രാവിലെയായിരുന്നു സംഭവം. 8 പേരെ അവിടെ നിന്നും ഓപ്പറേഷൻ നടത്താതെ അവരുടെ ഓപ്പറേഷൻ പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ച് താൽക്കാലികമായി ആ രോഗികളെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുമുണ്ട്. ഡോക്ടർ ഓക്കെ, വിവരങ്ങൾ നൽകിയത് അർജുൻ കല്യാടാണ്. രോഗികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് ചോർച്ചയുള്ള കെട്ടിടത്തിൽ നിന്നും ഓപ്പറേഷൻ മാറ്റിവെച്ചത് എന്നതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം.